പെരുന്നാളിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള 4 ഡെസേർട്സിന്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മുഴുവൻ റെസിപ്പി വേണ്ടാത്തവർക്ക് ഞാൻ ഓരോ റെസിപ്പിയും തുടങ്ങുന്നതിന്റെ ടൈം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏത് റെസിപ്പിയാണോ വേണ്ടത് അത് കാണാനായിട്ട് പറ്റും. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഈ ഒരു പുഡിംഗ് ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പാർട്ടികൾക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി പുഡിംഗ് ആണിത്. അപ്പൊ അത് ആദ്യം തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വാനില കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് പാലാണ് വേണ്ടത്. 1 കപ്പ് പാലാണ് കേട്ടോ മൊത്തത്തിൽ എടുത്തിട്ടുള്ളത്. അപ്പൊ ആദ്യം ഒരു 1/2 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒട്ടും കട്ടയില്ലാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് ഫ്ലെയിം ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. കസ്റ്റാർഡ് ആണ് പെട്ടെന്ന് തന്നെ കുറുകി വരും, അടിയിൽ പിടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഇതുപോലെ നന്നായിട്ടൊന്ന് തിക്കാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും. അപ്പൊ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഒരു കസ്റ്റാർഡ് ആണ് ഇതിലേക്ക് വേണ്ടത്. അപ്പൊ ഞാനിവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ കണ്ടല്ലോ, ഇത് കുറച്ച് നല്ല തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും തിക്കായിട്ടുള്ളതാണ് നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടത് കേട്ടോ. ഇനിയിപ്പോ ഞാനിവിടെ വേറൊരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീം നല്ല തണുപ്പുള്ള ക്രീം ആയിരിക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കേക്കിനൊക്കെ ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ അത്രയും സ്റ്റിഫായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ കട്ടയായിട്ടിരിക്കുന്ന ഈ ഒരു കസ്റ്റാർഡും കൂടെ ജസ്റ്റ് ഒന്ന് കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്തിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കുകയാണ് നല്ലത്. എന്നിട്ട് നമ്മൾ ഈ ഒരു ക്രീമിലേക്ക് വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീമിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് രണ്ടും കൂടെ ചേരുന്ന സമയത്ത് ഈ ഒരു ക്രീമിന് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് കസ്റ്റാർഡ് കുറച്ച് ലൂസ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രീം നല്ല ലൂസ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ കസ്റ്റാർഡ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് തിക്കായിട്ട് തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. എന്നാൽ നമുക്ക് ഒരു കറക്റ്റ് പരുവത്തിൽ കിട്ടും. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 രൂപയുടെ ആ ഒരു കോഫി പൗഡർ ബ്രൂവിന്റെ പൗഡറിന്റെ ആ ഒരു പാക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര മധുരം നോക്കിയിട്ട് അതിനാവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് നല്ല ചൂടുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാൽ ഒഴിച്ചു കൊടുക്കുന്ന ക്ലിപ്പ് ഇതിൽ നിന്ന് വിട്ടുപോയതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരമൊക്കെ ഒന്ന് മിക്സ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ആരോ റൂട്ടിന്റെ ബിസ്ക്കറ്റ് ആണ്. അപ്പോൾ ഏതെങ്കിലും മാരി ബിസ്ക്കറ്റ് എടുക്കുക. എന്നിട്ട് നമ്മളിതാ ഈ ഒരു ഡിഷിലാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്യുന്നത്. അതിലേക്ക് ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ക്രീം ഇതുപോലെ ഒന്ന് തിന്നായിട്ടുള്ള ഒരു ലെയർ ആക്കിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അത് കോഫിയിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു കോഫിയിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഗ്യാപ്പൊക്കെ ഇതുപോലെ ബിസ്ക്കറ്റിന്റെ പീസൊക്കെ വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗവും വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അടുത്ത ലെയർ ഈ ഒരു ക്രീമിനെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ക്രീം എല്ലാ ഭാഗത്തും ഒരേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഈ ഒരു ബിസ്ക്കറ്റ് കോഫിയിൽ ഡിപ്പ് ചെയ്തിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ക്രീം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ഫിനിഷ് ആക്കി എടുത്തതിന് ശേഷം പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പ്രീമിയം ചോക്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 4-5 മണിക്കൂറൊക്കെ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് സെർവ് ചെയ്യാം. തണുത്ത് കഴിയുമ്പോഴാണല്ലോ കേട്ടോ ഇത് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു കസ്റ്റാർഡ് നല്ല തിക്കാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എന്നാൽ നമുക്ക് ഇതുപോലെ നല്ല കട്ട് ചെയ്തെടുക്കാനായിട്ട് നല്ല വൃത്തിയിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് കേട്ടോ ഇത്. അപ്പം ഇനി നമുക്ക് അടുത്തത് നോക്കാം. അപ്പം അടുത്തത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പുഡിംഗ് ആണ്. ചൈന ഗ്രാസും ജെലാറ്റിനും ഒന്നും വേണ്ട കേട്ടോ ഈ ഒരു പുഡിങ്ങിലേക്ക്. അപ്പൊ അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് 1/2 കപ്പ് പാലാണ്. 1/2 കപ്പ് പാൽ ഞാനിത് സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയും 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും കട്ടയില്ലാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ടിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയാൽ പിന്നെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്.
പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുറുകി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഇത് നമുക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഇതുപോലെ ഡിസ്പോസിബിൾ ഗ്ലാസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്, പേപ്പർ ഗ്ലാസ് ആണ്. അതിലേക്ക് ഒരു 1/2 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടാറി വന്നതിന് ശേഷം പിന്നെ ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് സെറ്റായിട്ട് കിട്ടും. ഇനിയിപ്പോൾ പിന്നെ കുറച്ച് നിലക്കടലയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. നിലക്കടല ഒന്ന് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. മിക്സിയിൽ ഇട്ടിട്ട് പൊടിച്ചെടുക്കേണ്ട, ചെറിയ ചെറിയ പീസായിട്ടാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ഒരു സിപ്ലോ കവറിൽ ഇട്ടിട്ട് ഇതുപോലെ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന കോലുണ്ടല്ലോ അത് വെച്ചിട്ടൊന്ന് ഇതുപോലെ തന്നെ അടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കിട്ടും കേട്ടോ. ഈ ഒരു പോലെ ഇപ്പം നമ്മളിതാ ഫ്രിഡ്ജിൽ വെച്ചതെല്ലാം നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേർപ്പെടുത്തിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് പേപ്പർ ഗ്ലാസ് ആയതുകൊണ്ട് കത്രിക വെച്ചിട്ട് ഇതുപോലെ പതുക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണിത്. അപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ പതുക്കെ ഒരു സൈഡ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഗ്ലാസ് ഒന്ന് കീറിയെടുത്തതിന് ശേഷം ഇതുപോലെ കയ്യിലേക്ക് ഒന്ന് കൊട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് പോന്നോളും. കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനി നമുക്കിത് നമ്മളെ ഈ ഒരു വറുത്ത കടല പൊടിച്ച് വെച്ചതുണ്ടല്ലോ അതിലിതാ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ആദ്യം സൈഡൊക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. മുകൾ ഭാഗം വേണമെന്നുണ്ടെങ്കിലും അടിഭാഗം വേണമെന്നുണ്ടെങ്കിലും ഒക്കെ റോൾ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സൈഡ് മാത്രമാണ് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ കടലൊക്കെ പെട്ടെന്ന് തന്നെ ഇതിലിങ്ങനെ പറ്റി പിടിച്ച് നിൽക്കും കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഞാൻ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിൽ കുറച്ച് മിൽക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1-2 ടീസ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മെൽറ്റാക്കി എടുക്കാം. പെട്ടെന്ന് മെൽറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. അതേസമയം ഇത് നല്ല തിക്കായിട്ടും വേണം, അതുകൊണ്ട് കുറച്ച് പാല് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ മൈക്രോവേവിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ് രീതിയിൽ മെൽറ്റാക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു പുഡിംഗ് ഉണ്ടല്ലോ അതിൻ്റെ ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കാണാനും നല്ലൊരു ഭംഗിയാണ് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത്. എന്നിട്ടൊന്ന് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. ഈ ഒരു ചോക്ലേറ്റ് ഒക്കെ ഒന്ന് സെറ്റായിട്ട് വരും ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത്. ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പിസ്താഷ്യോ ചോപ്പ് ചെയ്തതും കൂടെ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റിലുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിംഗ് ആണ് കേട്ടോ ഇത്. അടുത്തതും എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡെസേർട്ട് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ മാങ്ങ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല പഴുത്ത മാങ്ങയുടെ സീസൺ ആണല്ലോ ഇപ്പോൾ. അപ്പം മാങ്ങ ഞാനിവിടെ നന്നായിട്ട് പഴുത്തത് 3 മാങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 2 മാങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഇതിലേക്ക് ബ്രെഡാണ്. ബ്രെഡും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്നത് തന്നെയാണല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് ബ്രെഡിന്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റണം. എന്നിട്ട് നമ്മളിതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പോ 1/4 കപ്പോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/4 കപ്പ് ആയാലും മതി. അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് മധുരം നോക്കിയിട്ട് അതിനാവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്കാണിത്. ഇനി നമ്മൾ ഇതിലേക്ക് മാംഗോയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാംഗോയുടെ മിൽക്ക് മിക്സ് ഒരു 2-3 ഡ്രോപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ മാംഗോ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടോ. ഇനിയിപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. പുഡിംഗ് ഡിഷാണ്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബ്രെഡ് ഉണ്ടല്ലോ അത് ഇതുപോലെ വെച്ച് കൊടുക്കാം. സൈഡൊക്കെ ബ്രെഡിന്റെ പീസൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ, ആ ഒരു ഗ്യാപ്പൊക്കെ. അപ്പോൾ ഇതുപോലെ ബ്രെഡ് ഒന്ന് എല്ലാ ഭാഗത്തും വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ബ്രെഡ് ഒന്ന് സോക്ക് ആവുന്നത് വരെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ മാംഗോയുടെ ഈ ഒരു പീസ് ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് പഴുത്ത മാങ്ങ തന്നെ വേണം ഇതിനെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഒരേ കണത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ബ്രെഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ ആ ഒരു ബ്രെഡ് വീണ്ടും ഇതിന്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ മിൽക്ക് ഇതിന്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാൻ പോവാണ്. നമ്മൾ വേറെ ഒരു മാങ്ങ കൂടെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. 2 മാങ്ങയാണ് കേട്ടോ നമ്മൾ ഇതിന്റെ ഉള്ളിൽ ചേർത്ത് കൊടുത്തത്. ആ ഒരു മാങ്ങ ഇതുപോലെ ചെറുതായിട്ട് പീസാക്കിയിട്ട് മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. വേറെ ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, വെറും മാങ്ങ മാത്രമാണ് അരച്ചെടുക്കുന്നത്. അത് നമ്മൾ ഇതിന്റെ മുകളിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ എല്ലാ ഭാഗത്തും.
എന്നിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ മുകളിൽ നട്ട്സോ വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഫുള്ളായിട്ട് ആ ഒരു മാംഗോയുടെ ഫ്ലേവർ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഞാനിത് ഇവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഒരു മിൽക്ക് ഉണ്ടെങ്കിൽ അതും കൂടെ ഒഴിച്ചിട്ട് സെർവ് ചെയ്യുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആവും കേട്ടോ. നമ്മൾ ആ ഒരു മിൽക്ക് കേക്കൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പി നോക്കാം. അടുത്തതും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഡെസേർട്ട് തന്നെയാണ് കേട്ടോ. അപ്പം അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ 1.5 ടീസ്പൂൺ ജലാറ്റിൻ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 ടീസ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ബിസ്ക്കറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചോക്ലേറ്റ് ബിസ്ക്കറ്റും ആരോ റൂട്ടിന്റെ ബിസ്ക്കറ്റും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ബിസ്ക്കറ്റ് ഇഷ്ടമുള്ളത് എടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ടുള്ള ബിസ്ക്കറ്റ് ഇതായി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ വേണം. അൺസാൾട്ടഡ് ബട്ടർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഉരുക്കിയെടുക്കണം. ഉരുക്കിയെടുത്തിട്ട് നമുക്ക് ഈ ഒരു പൊടിച്ചെടുത്തിട്ടുള്ള ബിസ്ക്കറ്റിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പാകത്തിന് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ പുട്ടിനൊക്കെ പൊടി നനച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ ബിസ്ക്കറ്റ് ഒന്ന് നനഞ്ഞു കിട്ടണം. അത്രയും ബട്ടറാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതായത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഇതുപോലൊരു അലുമിനിയത്തിന്റെ കേക്ക് ടീനാണ് എടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ പെട്ടെന്ന് ഡീമോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലീൻ റാപ്പും കൂടെ ഇതുപോലെ വിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ബട്ടറിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബിസ്ക്കറ്റിന്റെ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗവും ഒരേ കനത്തിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഞാനൊരു ഗ്ലാസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് സെറ്റ് ആയിക്കോളും. ഇനിയിപ്പോൾ ഞാനിവിടെ ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്രീം ചീസിൽ നിന്ന് ഒരു 100 ഗ്രാമോളം ക്രീം ചീസാണ് കേട്ടോ എടുക്കുന്നത്. 100 ഗ്രാം ക്രീം ചീസ് ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ക്രീം ചീസിന് ചെറുതായിട്ടൊരു പുളിപ്പുണ്ടാവും. അപ്പോൾ അതൊന്ന് മാറിക്കിട്ടാൻ ആവശ്യമായിട്ടുള്ള പഞ്ചസാരയുടെ പൊടി ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതിവിടെ റെഡിയായി. ഇനി ഇതിവിടെ മാറ്റി വെച്ചിട്ട് നമ്മളിത് ഒരു 1/2 കപ്പോളം വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ കേക്കിലേക്കൊന്നും വിപ്പ് ചെയ്തെടുക്കുന്ന അത്രയും സ്റ്റിഫായിട്ട് ഇതിലേക്ക് ബീറ്റ് ചെയ്തെടുക്കണം എന്നില്ല കേട്ടോ. നമ്മളൊരു മൂസാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പൊ അത്രയും തന്നെ തിക്കായിട്ട് വേണ്ട നമ്മൾ ഇതിൽ ജലാറ്റിനെ ചേർത്ത് കൊടുക്കുന്നത്. കാരണം അപ്പൊ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ജലാറ്റിനെ ഒന്ന് ഈ ഒരു സമയത്ത് മെൽറ്റ് ആക്കി എടുക്കാം. അപ്പൊ അത് നമ്മളിതാ ഇതുപോലെ കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് സമയം ഒന്ന് വെച്ചാൽ മതി കേട്ടോ. അപ്പൊ അത് ഇത് ബീറ്റായി വരുമ്പോഴേക്കും അത് അവിടെ മെൽറ്റ് ആയിക്കോളും. ഇനിയിപ്പോൾ ക്രീം ഒന്ന് ബീറ്റായി വന്നതിന് ശേഷം പിന്നെ നമ്മൾ ക്രീം ചീസിന്റെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള ജലാറ്റിനും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വന്നതിന് ശേഷം നമ്മൾ സെറ്റായി വന്നിട്ടുള്ള ഈ ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, ബിസ്ക്കറ്റിന്റെ ലെയർ അതിന്റെ മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗവും ഒരേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. ഇനിയിപ്പോൾ അടുത്ത ലെയറിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മിൽക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. പ്രീമിയം ചോക്ലേറ്റ് എടുത്താലും കൂടുതൽ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊരു 1/4 കപ്പിന്റെ അടുത്ത് 2 ടേബിൾ സ്പൂണൊക്കെ പാല് മതി കേട്ടോ. നമ്മൾ എടുക്കുന്ന ചോക്ലേറ്റിന്റെ അളവിനനുസരിച്ചിട്ട് കുറച്ച് തിക്കായിട്ടുള്ള ഒരു ഗനാഷയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്നുകിൽ മൈക്രോവേവിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ് രീതിയിൽ മെൽറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മളിതാ നിലക്കടല നേരത്തെ ഒരു ഡെസേർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ പൊടിച്ചെടുത്തില്ലേ, ഒന്ന് ക്രഷ് ചെയ്തെടുത്തില്ലേ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ സെറ്റാകാൻ വെച്ചിട്ടുള്ളത് ഫ്രിഡ്ജിൻ്റെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രീസറിലാണ് വെച്ചിട്ടുണ്ട്. എന്താ ഫ്രീസറിൽ വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് സെറ്റായിട്ട് കിട്ടും. ഇനി ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അടിയിൽ ക്ലീൻ റാപ്പ് വെച്ച് കൊടുത്തത് കാരണം പെട്ടെന്ന് തന്നെ നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് നമ്മളിതിൻ്റെ അടിയിലുള്ള ഈ ഒരു ക്ലീൻ റാപ്പും കൂടെ ഒന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. പതുക്കെ അടിയിലൂടെ അങ്ങ് വലിച്ചെടുത്താൽ മതി. അപ്പോൾ അടിഭാഗമൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് ഇരിക്കുന്നത് കൊണ്ട് അങ്ങനെ പെട്ടെന്ന് പൊട്ടി പോകുന്നില്ല കേട്ടോ. നല്ല സ്റ്റിഫായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ ഈ ഒരു ചീസ് കേക്കിൻ്റെ ലെയർ, ചീസ് പുഡിങ്ങിൻ്റെ ആ ഒരു ലെയർ കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റിൻ്റെ മിക്സും കൂടെ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നും കൂടെ തണുപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.